സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭാരതത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തത് ചില കഴിവുകെട്ട നേതാക്കന്മാരായിരുന്നു. അതിന് പകരം നരേന്ദ്രമോദിയെപ്പോലുള്ള കഴിവുറ്റ നേതാക്കന്മാരായിരുന്നുവെങ്കിൽ ഇന്ന് ഭാരതം ലോകത്തിലെ തന്നെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയുമായി വളരേണ്ടതായിരുന്നു. കസേര മാത്രം മോഹിച്ചുകൊണ്ട് ആ പദവി ദുരുപയോഗം ചെയ്ത് അഴിമതിയുടെ കൂത്തരങ്ങായി മാറ്റി 70 കൊല്ലം പാഴാക്കി. എന്നാൽ മോഡി 10 വർഷം കൊണ്ട് നേടിയ വികസനം ജനങ്ങളുടെ കണ്ണ് തുറപ്പിക്കുകയും ജനങ്ങൾക്ക് മോഡി വലിയൊരു പ്രതീക്ഷ നൽകുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാടിൽ ദ്രാവിഡ രാഷ്ട്രീയം അടക്കി വാഴുകയായിരുന്നു. അഴിമതിയുടെ കൂത്തരങ്ങായി അടക്കി വാണിരുന്ന ആ ജനതയ്ക്ക് ഒരു മോചനവുമായി ഇതാ അണ്ണാമലൈ വന്നിരിക്കുന്നു. അണ്ണാമലയും മോഡിയുടെ അതേ പാത പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുകയാണെങ്കിൽ അത് അണ്ണാമലൈ തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാകാൻ ഇടയില്ല. അത്ര കഴിവുറ്റ ഒരു നേതാവ് തന്നെയാണ് അണ്ണാമലൈ. തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയം കൊണ്ട് തന്നെ ദേശീയ ബോധമുള്ള ഒരു ജനതയായിരുന്നില്ല തമിഴ്നാട്ടിലും കേരളത്തിലും ഉള്ളത്. എന്നാൽ അണ്ണാമലയുടെയും നരേന്ദ്രമോദിയുടെയും സ്വാധീനം കൊണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു ദേശീയ ബോധമുള്ള ജനത വളർന്നു വരികയും അതിൻ്റെ മാറ്റങ്ങൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ എവിടെയും കാണാവുന്നതാണ്. ഭാരതം എന്ന് പറഞ്ഞാൽ അത് തമിഴ്നാടുമായി വളരെ ആത്മബന്ധമുള്ള ഒരു സ്ഥലമാണെന്ന് നരേന്ദ്രമോദിക്കും അണ്ണാമലയ്ക്കും തമിഴ്നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഭാരതത്തിൻ്റെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോൽ സ്വീകരിച്ചതുമായിട്ടുള്ള ചടങ്ങുകൾ കണ്ടപ്പോഴും കൂടാതെ ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സൈനിക മേധാവിയായ ബിപിൻ റാവത്തിൻ്റെ മരണത്തെ തുടർന്ന് തമിഴ്നാട്ടിലെ ജനങ്ങൾ പ്രകടിപ്പിച്ച ഒരു ദേശീയ ബോധവും അവർക്ക് അന്നുണ്ടായ ദുഃഖവും കാണുമ്പോൾ ഇന്ന് തമിഴ്നാടിൻ്റെ ജനതയുടെ സ്വഭാവം തന്നെ മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഈ രണ്ട് സംഭവങ്ങളും തമിഴ്നാട്ടിലെ ദേശീയ ബോധം ഉണർന്നിട്ടുണ്ട് എന്നും അതിനു കാരണക്കാർ നരേന്ദ്രമോദിയും അണ്ണാമലയുമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം തമിഴ്നാട്ടിൽ ഭരണം നടത്തിയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരു ദ്രാവിഡ സ്വഭാവമുള്ളവരായിരുന്നു. അവർ പ്രത്യേകിച്ച് ഒരു ദേശീയ ബോധമില്ലാത്തതും തമിഴ്നാടിനെ ഒരു പ്രത്യേക രാഷ്ട്രമാക്കണമെന്ന് വരെ ചിന്തിച്ചിട്ടുള്ളവരാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അണ്ണാമലൈ ഒരു ദേശീയ ബോധം വളർത്തുകയും ഭാരതമെന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് വേറിട്ട ഒരു ഭാഗമല്ല എന്നും അത് ഭാരതത്തിൻ്റെ ഭാഗമാണെന്നും നല്ലവണ്ണം മനസ്സിലാക്കിയ ഒരു യുവ നേതാവാണ്. കൂടാതെ സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും നല്ലവണ്ണം അറിഞ്ഞ് വളർന്നിട്ടുള്ള ഒരു നേതാവാണ് അണ്ണാമലൈ. അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ ഒരു കർഷക കുടുംബമാണ്. അദ്ദേഹം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയാൽ അത് തമിഴ്നാടിൻ്റെ ജനതയുടെ ഒരു മോചനമായിരിക്കും. തമിഴ്നാട്ടിലെ നാമക്കൽ ജില്ലയിലെ കാരൂർ എന്ന സ്ഥലത്താണ് 1984 ജൂൺ 4 ഇദ്ദേഹത്തിൻ്റെ ജനനം. അപ്പുസ്വാമി പരമേശ്വരി ദമ്പതികളുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കാരൂരിൽ തന്നെയായിരുന്നു. പിന്നീട് PSG കോളേജ് ഓഫ് ടെക്നോളജി കോയമ്പത്തൂരിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. IIM ലക്നൌവിൽ നിന്ന് MBA ബിരുദവും 2011 ബാച്ച് IPSഉം അദ്ദേഹം നേടി. UPSC ബാച്ച് ടോപ്പർ കൂടിയാണ് അണ്ണാമലൈ. 2011 സെപ്റ്റംബറിൽ കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ കാർക്കളം സബ് ഡിവിഷനിലെ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടായി നിയമനം ലഭിച്ചു. 2015 ജനുവരിയിൽ അദ്ദേഹത്തിന് പോലീസ് സൂപ്രണ്ടായി സ്ഥാനക്കയറ്റം ലഭിച്ചു. തുടർന്ന് കർണാടകയിലെ ചിക്കമംഗളൂർ ജില്ലയിലേക്ക് സ്ഥലം മാറ്റുകയും 2018 ഒക്ടോബർ വരെ ഈ ജോലിയിൽ തുടരുകയും 2018 ഒക്ടോബറിൽ അദ്ദേഹത്തിന് പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറായി സ്ഥാനക്കയറ്റം ലഭിച്ചു. 2019 അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതം മതിയാക്കി
ജൈവ കൃഷിയിലേക്കും പശു വളർത്തലിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പിന്നീട് RSSൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനാവുകയും RSSൽ അംഗമാകുകയും ചെയ്തു. 2020 അദ്ദേഹം BJPയിൽ അംഗത്വമെടുക്കുകയും പിന്നീട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി നിയമനം ലഭിക്കുകയും ചെയ്തു. ഇതിനുശേഷം തമിഴ്നാട്ടിൽ BJPയുടെ വളർച്ച അത്ഭുതകരമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ BJPക്ക് അടുത്ത കാലത്തെങ്ങും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു വളർച്ചയാണ് അണ്ണാമലൈ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തിയ ശേഷം സംഭവിച്ചത്. ഏത് പ്രശ്നങ്ങളിൽ ഇടപെട്ടാലും അതിൻ്റെ പരിഹാരം അദ്ദേഹം കണ്ടെത്തിയിരുന്നു. അദ്ദേഹം രാഷ്ട്രീയമായി ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തിന് ജീവന് തുല്യം സ്നേഹിക്കുകയും ഏത് പ്രശ്നങ്ങളിലും അണ്ണാമലൈ ഇടപെട്ടാൽ അതിനൊരു പരിഹാരമുണ്ടെന്ന് തമിഴ്നാട് ജനത വിശ്വസിക്കുന്നു. എൻ മണ്ണ് എൻ മക്കൾ യാത്രയിലൂടെ അദ്ദേഹം തമിഴ്നാട്ടിലെ 226 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര ചെയ്തത്. ആ യാത്രയ്ക്ക് ശേഷം തമിഴ്നാട്ടിലുണ്ടായ BJPയുടെ വളർച്ച അത്ഭുതാവഹം തന്നെയാണ്. അതിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും വിജയിച്ചു എന്നത് ആ യാത്രയുടെ സമാപന ചടങ്ങിൽ നിന്ന് തന്നെ ഏവർക്കും വ്യക്തമാകുന്നതാണ്. ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് സ്ഥലം മാറ്റുമ്പോൾ ആ ഭാഗത്തുള്ള ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്ഥലം മാറ്റത്തിൽ വളരെയധികം പ്രതിഷേധം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതകാലത്ത് താൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള ജനങ്ങളുമായി അദ്ദേഹത്തിന് വളരെയധികം ആത്മബന്ധം പുലർത്തുവാൻ കഴിഞ്ഞിരുന്നു. ഇതുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്ഥലം മാറ്റത്തിൽ പ്രതിഷേധിക്കുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നത്. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ ഇടയായാൽ ആ മാറി ചിന്തിക്കൽ ചിലപ്പോൾ ഒരു വലിയ വഴിത്തിരിവിന് തന്നെ ഇടയാക്കും. അതുതന്നെയാണ് അണ്ണാമലൈയുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുള്ളത്. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചതും അണ്ണാമലൈ തന്നെയാണ്. അദ്ദേഹം IPS ഓഫീസറായി ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന ഒരു സ്ത്രീയെ ഒരു പോലീസുകാരൻ അടിക്കുവാൻ ഇടയായി. ഈ വിവരമറിഞ്ഞ അണ്ണാമലൈ ആ പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തു. ഇതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ജനങ്ങളോട് നല്ലവണ്ണം പെരുമാറാൻ അറിയാത്തവർ സർവീസിൽ തുടരേണ്ട ആവശ്യമില്ല. ഇതുപോലെ മറ്റൊരു സംഭവമുണ്ടായി. ഉടുപ്പി സ്കൂളിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കാണാനില്ല എന്നൊരു പരാതി ലഭിച്ചു. ഉടനെ തന്നെ പോലീസ് അന്വേഷണം നടത്തുകയും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം റോഡരികിൽ നിന്ന് പീഡനത്തിന് വിധേയമായ ആ പെൺകുട്ടിയുടെ ബോഡിയാണ് ലഭിച്ചത്. തുടർന്നുള്ള അന്വേഷണത്തെ തുടർന്ന് 3 ദിവസത്തിനകം തന്നെ ആ കേസിൽ ഉൾപ്പെട്ട എല്ലാ കുറ്റവാളികളെയും അദ്ദേഹം ജയിലിലടച്ചു. അതിനുശേഷം കുടുംബാംഗങ്ങളെ കാണുന്നതിന് വേണ്ടി അദ്ദേഹം ആ കുട്ടിയുടെ വീട്ടിലെത്തി. മരിച്ച കുട്ടിയുടെ മാതാവിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ മുന്നിൽ അദ്ദേഹം നിശ്ചലനായി നിൽക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. എൻ്റെ മകൾ എവിടെ? എൻ്റെ മകൾ എന്തു തെറ്റാണ് ചെയ്തതെന്ന ചോദ്യമാണ് ആ മാതാവിൽ നിന്ന് അദ്ദേഹം കേൾക്കേണ്ടി വന്നത്. അതിന് മറുപടി നൽകാൻ പോലും അദ്ദേഹത്തിനു കഴിഞ്ഞില്ല. ഇതിൽ യഥാർത്ഥ കുറ്റവാളി ഗവൺമെൻറ് തന്നെയാണ്. ഉടുപ്പി സ്കൂളിൽ അദ്ദേഹം അതിനുശേഷം പോയി. അവിടെ ചെന്നപ്പോൾ ആ സ്കൂളിൽ ആകെ ഉണ്ടായിരുന്നത് 3 കമ്പ്യൂട്ടറുകളാണ്. ആ കുട്ടിക്ക് ലഭിച്ചത് 6 മണി തൊട്ട് 6:30 വരെയുള്ള ക്ലാസ് ആയിരുന്നു. അതിനു മുമ്പുള്ള കുട്ടികളെല്ലാം പോയതുകൊണ്ട് ആ കുട്ടി ഒറ്റപ്പെട്ടു പോയതുകൊണ്ട് തന്നെയാണ് ആ പീഡനത്തിന് ഇരയായത്. അത് അദ്ദേഹത്തിന് വളരെയധികം വിഷമമുണ്ടാക്കി. തമിഴ്നാട്ടിൽ അന്നേ വരെ ഭരണം നടത്തിയിരുന്ന ഭരണകക്ഷിയിൽപ്പെട്ടവർ സ്കൂളിന് വേണ്ട ആവശ്യമായ ഉപകരണങ്ങൾ യഥാസമയം അനുവദിച്ചിരുന്നെങ്കിൽ ആ കുട്ടിയുടെ മരണം സംഭവിക്കുമായിരുന്നില്ല. ഭരണാധികാരികൾ തന്നെയാണ് കുറ്റവാളികൾക്ക് വേണ്ട അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഇതിൽ നിന്ന് മനസ്സിലായി. ഓരോ സ്കൂളുകളിലും യഥാസമയം വേണ്ട സൗകര്യങ്ങൾ
ഗവൺമെൻറ് ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള അന്ത്യം ആ കുട്ടിക്ക് സംഭവിക്കുമായിരുന്നില്ല. ഈ സംഭവത്തെ തുടർന്ന് അണ്ണാമലയെ അത് വളരെയധികം ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. പിന്നീടുള്ള ഔദ്യോഗിക ജീവിതം തന്നെ അദ്ദേഹം വേണ്ടായെന്ന് വെക്കുന്നതിനും ഇത് ഗവൺമെൻറ് തലത്തിലേക്ക് മാറ്റങ്ങൾ ആവശ്യമാണെന്ന് ചിന്തിച്ചതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയം സ്വീകരിക്കുകയും രാഷ്ട്രീയത്തിലൂടെ തമിഴ്നാട് ജനതയ്ക്ക് ഒരു മോചനം നേടിക്കൊടുക്കണമെന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി തന്നെയാണ് അദ്ദേഹം IPS ഉദ്യോഗം വേണ്ടായെന്ന് വെച്ചത്. തുടർന്ന് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കുകയും ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് തമിഴ്നാട്ടിൽ ഉണ്ടായ വളർച്ച അഭൂതപൂർവമായിരുന്നു. അദ്ദേഹം എൺ മക്കൾ എന്ന യാത്ര സംഘടിപ്പിച്ചതിലൂടെ തമിഴ്നാട്ടിൽ ഉടനീളം BJPയുടെ വളർച്ച ആരെയും അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നു. തമിഴ്നാട്ടിലെ എല്ലായിടത്തും വേണ്ട രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ടുവരുന്നതിനും അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ അദ്ദേഹം 100% വിജയിച്ചിട്ടുമുണ്ട്. നരേന്ദ്രമോദിയുടെ എൻ്റെ ഭാരതം എൻ്റെ കുടുംബം എന്ന സങ്കല്പം 100% പ്രാവർത്തികമാക്കിയിരിക്കുന്നത് ഇന്ന് തമിഴ്നാട്ടിൽ തന്നെയാണ്. തമിഴ്നാട്ടിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത മറ്റു ഒരു പ്രസ്ഥാനത്തിനും തമിഴ്നാട്ടിൽ ലഭിക്കുന്നില്ല. കവി സുബ്രഹ്മണ്യ ഭാരതിയുടെ ദേശീക ബോധം തമിഴ് ജനതയിൽ ഉണർത്തുന്നതിന് അണ്ണാമലൈ കുപ്പുസ്വാമി പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു. ഏത് കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചാലും അതിനൊരു തുമ്പുണ്ടാക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ആ കഴിവുകൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മികവിനെ അടിസ്ഥാനമാക്കി കർണാടക സിംഗം എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്.